നമസ്കാരം. ഖത്തറിനെതിരെ പ്രതിഷേധം അണയുന്നില്ല. ലോകരാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിലാഴ്ത്തി ദോഹയിലെ ഹമദ് വിമാനത്താവളത്തിൽ വെച്ച് നഗ്നരാക്കി പരിശോധന നടത്തിയ സംഭവത്തിൽ അധികൃതർക്കെതിരെ നിയമ നടപടിയുമായി ഓസ്ട്രേലിയൻ സ്വദേശികൾ രംഗത്തെത്തിയിരിക്കുന്നു. 2020 വിമാനത്താവളത്തിലെ ചവറ്റുകുട്ടയിൽ നിന്ന് ഒരു നവജാത ശിശുവിനെ കണ്ടെടുക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ കുട്ടിയുടെ അമ്മ ആരാണെന്ന് കണ്ടെത്താനായിരുന്നു അധികൃതർ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളെയും ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ സംഭവത്തിൽ ഖത്തർ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും വിചാരണ പൂർത്തിയാക്കിയ ശേഷം വിമാനത്താവളത്തിലെ ഒരു ജീവനക്കാരന് ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സംഭവത്തിൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അന്ന് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വന്ന സ്ത്രീകൾ നിലവിൽ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ അധികൃതരുടെ അനുമതിയോടെ നടത്തിയ അതിക്രമമായിരുന്നുവെന്ന് സ്ത്രീകൾ പറയുന്നു. ഖത്തർ എയർവേസ് വിമാനത്തിൽ കയറി യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയായിരുന്ന സ്ത്രീകളെ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറക്കുകയും വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിരുന്ന ആംബുലൻസുകളിലേക്ക് മാറ്റി നഴ്സുമാർ ശാരീരിക പരിശോധന നടത്തുകയുമാണ് ചെയ്തത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും അനുമതിയില്ലാതെയാണ് ശാരീരിക പരിശോധന നടത്തിയതെന്നും സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു സംഭവമായിരുന്നു അതെന്നും സ്ത്രീകൾ ആരോപിച്ചു. ഇതിന് പിന്നാലെ പരിശോധനയ്ക്ക് ശേഷം സ്ത്രീകളെ തിരികെ വിമാനത്തിൽ കയറ്റി യാത്ര ചെയ്യാൻ അനുവദിച്ചു. വിമാനം ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ തന്നെ സ്ത്രീകളിൽ പലരും പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ലോകവ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനി ട്വിറ്ററിലൂടെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. വനിതാ യാത്രക്കാരോടുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയായിരുന്നുവെന്നും അത് ഖത്തറിന്റെ നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ക്രിമിനൽ നടപടി ആരംഭിച്ച ഖത്തർ അധികൃതർ ഒരു വിമാനത്താവള ജീവനക്കാരന് ജയിൽ ശിക്ഷ വിധിക്കുകയായിരുന്നു. സംഭവം അറബ് ലോകത്തും പുറത്തും വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.